അങ്ങെൻ്റെ വീട്ടിൽ വരണം, എൻ വീടിനാനന്ദമുണ്ടാകുവാൻ. കർത്താവേ അങ്ങെൻ്റെ വീട്ടിൽ വരണം, എൻ വീടിനാനന്ദമുണ്ടാകുവാൻ. കർത്താവേ അങ്ങെൻ്റെ വീട്ടിൽ വരണം, എൻ വീടിനാനന്ദമുണ്ടാകുവാൻ. കർത്താവേ അങ്ങെൻ്റെ വീട്ടിൽ വരണം, എൻ കർത്താവേ അങ്ങെൻ്റെ വീട്ടിൽ വരണം, എൻ വീട്ടിൽ ശാന്തിയുണ്ടായിടുവാൻ. കർത്താവേ അങ്ങെൻ്റെ വീട്ടിൽ വരണം, എൻ വീട്ടിൽ സൗഖ്യമുണ്ടായിടുവാൻ. കർത്താവേ അങ്ങെൻ്റെ വീട്ടിൽ വരണം, എൻ വീടിനാനന്ദമുണ്ടാകുവാൻ. കർത്താവേ അങ്ങെൻ്റെ വീട്ടിൽ വരണം, എൻ വീടിനസ്വസ്ഥത മാറിയിടുവാൻ. കർത്താവേ അങ്ങെൻ്റെ വീട്ടിൽ വരണം, എൻ വീടിനൈശ്വര്യമുണ്ടാകുവാൻ. കർത്താവേ അങ്ങെൻ്റെ വീട്ടിൽ വരണം, എൻ വീടിനാനന്ദമുണ്ടാകുവാൻ. എൻ പ്രേമഗീതമാ എന്നേശുനാഥാ നീ, എൻ പ്രേമഗീതമാ എന്നേശുനാഥാ നീ, എൻ ജീവനേ കാളും നീ വലിയതാണെനിക്ക്, എൻ ജീവനേ കാളും നീ വലിയതാണെനിക്ക്. ആരാധന 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 തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ, തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ. ജീവനേ സ്വന്തമേ അങ്ങേ മാറിൽ ചാരുന്നു ഞാൻ. ജീവനേ സ്വന്തമേ അങ്ങേ മാറിൽ ചാരുന്നു ഞാൻ.
ആരാധന 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 യേശുവേ ആരാധന ആരാധന നിത്യസ്നേഹമേ ആരാധന ആരാധന പരിശുദ്ധാത്മാവേ ആരാധന 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 സ്തുതിയും സ്തോത്രവും ആരാധന ആരാധനയും ആരാധന യേശുവേ ആരാധന ആരാധന നിത്യപിതാവേ ആരാധന ആരാധന പരിശുദ്ധാത്മാവേ ആരാധന 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 ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന യേശുവേ ആരാധന ത്രിയേക ദൈവമേ ആരാധന മോചനം നൽകുന്നവനെ ആരാധന രക്ഷിക്കുന്ന ദൈവമേ ആരാധന സ്നേഹം കൊണ്ട് നിറയ്ക്കുന്ന കർത്താവേ ഹല്ലേലൂയ ആരാധന ജീവനായ സ്നേഹമേ ആരാധന എന്റെ യേശുവേ ആരാധന വിമോചനം തരുന്നവനെ ആരാധന എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കാം ആരാധന ആരാധന സ്തുതിച്ചു പാടാം ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ സ്വർഗ്ഗദൂതരോട് ചേർന്ന് ഹല്ലേലൂയ 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 നവവൃന്ദം മാലാഖമാരോട് ചേർന്ന് ഹല്ലേലൂയ 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 സകല രക്തസാക്ഷികളോട് ചേർന്ന് ഹല്ലേലൂയ 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 പരിശുദ്ധമ്മയോട് ചേർന്ന് ഹല്ലേലൂയ 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 ദിവ്യ കാരുണ്യനാഥനെ ഹല്ലേലൂയ 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 പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ഹല്ലേലൂയ 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 ആരാധന ആരാധന യേശുവേ ആരാധന പരിശുദ്ധാത്മാവേ ആരാധന ദൈവപിതാവേ ആരാധന ത്രിയേക ദൈവമേ ആരാധന ഹല്ലേലൂയ 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 കൊതിയേറും ദേ അരികിൽ വരാ തിരുപാദത്തിൽ ചേർന്നിരിക്കാം കൊതിയേറും ദേ ഹൃദയം കൊണ്ട് പാടി പ്രാർത്ഥിക്കാം അരികിൽ വരാ തിരുപാദത്തിൽ ചേർന്നിരിക്കാം ആരാധന യേശുവേ ആരാധന യേശുവേ ആരാധന ആരാധന യേശുവേ ആരാധന 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 പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യ സക്രാരിയിൽ അണഞ്ഞിരിക്കുന്ന പരിശുദ്ധനായ കർത്താവിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പോൾ ഞങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പോൾ ഞങ്ങളെ വിശുദ്ധീകരിക്കുന്ന
പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയുടെ ശരീരരക്തങ്ങളാൽ വീണ്ടെടുക്കപ്പെട്ട പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈശോ ഒരിക്കൽ കൂടി നമ്മെ ഓരോരുത്തരെയും അവിടുത്തെ സന്നിധിയിലേക്ക് ഒരുമിച്ച് കൂട്ടി വിളിച്ചു ചേർത്തിരിക്കുകയാണ്. എന്തിനു വേണ്ടിയെന്നറിയുമോ? ഒന്നായി തീരുവാൻ. ദൈവം മനുഷ്യനായി അവതരിച്ചതിൻ്റെ ആ സംഭവങ്ങളുടെ ആഘോഷപൂർവകമായ അനുസ്മരണം കൊണ്ടാടുന്ന പുണ്യ ദിവസങ്ങളിലൂടെയാണ് പരിശുദ്ധ കത്തോലിക്കാ സഭ ലോക ജനത മുഴുവൻ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ദിവ്യകാരുണ്യനാഥനായി, ദിവ്യകാരുണ്യപ്പമായി പരിശുദ്ധനായ ദൈവം നമ്മോട് കൂടെ അണഞ്ഞിരിക്കുന്ന ഈ പുണ്യ നിമിഷങ്ങളിൽ അവിടുന്ന് നമുക്കൊരു സന്ദേശം നൽകുന്നുണ്ട്. അവിടുന്ന് നമ്മെ പഠിപ്പിക്കുന്നൊരു പാഠമുണ്ട്. ദൈവം മനുഷ്യനായത്, ദൈവം സ്നേഹമായത്, ദൈവം മനുഷ്യനു വേണ്ടി മനുഷ്യരുടെ ഇടയിൽ അവതരിച്ചത് ഒറ്റയൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്: സ്നേഹത്തിൽ ഒന്നിപ്പിക്കുവാൻ. കമ്മ്യൂണിയൻ, കൂട്ടായ്മ. ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടിയാണ് ദൈവം മനുഷ്യനായി അവതരിച്ചത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കുടുംബങ്ങളെക്കുറിച്ച് സഭ പഠിപ്പിക്കുമ്പോൾ ഏറ്റവും ആദ്യം പഠിപ്പിക്കുന്ന സന്ദേശം ഇതാണ്: കൂട്ടായ്മയുടെ അടയാളമാണ് കുടുംബം. ആ കുടുംബമാണ് തിരുസഭയുടെ അടിസ്ഥാന ഘടകം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ ഈ ബലിവേദിയിൽ ഇരുന്നു കൊണ്ട് ഓരോ കുടുംബങ്ങളെയും സ്നേഹത്തിൻ്റെ നൂലിൽ കോർത്തിണക്കുകയാണിപ്പോൾ. നിങ്ങളുടെ മനസ്സിലേക്ക്, ശരീരത്തിലേക്ക്, മുറിവുകളിലേക്ക്, അറ്റുപോയ ബന്ധങ്ങളിലേക്ക് ഈ ദിവ്യ സക്രാരിയിൽ നിന്ന്, ദിവ്യകാരുണ്യത്തിൽ നിന്ന് കർത്താവിൻ്റെ ചൈതന്യം പ്രസരിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുക. തന്നിലേക്ക്, തങ്ങളിലേക്ക്, എൻ്റെ ഹൃദയത്തിലേക്ക്, എൻ്റെ മനസ്സിലേക്ക്, എൻ്റെ ആത്മാവിലേക്ക്, ജീവിത സാഹചര്യങ്ങളിലേക്ക് കർത്താവിൻ്റെ ചൈതന്യം പടർന്നു വരുന്നുണ്ട്, പകർന്നു തരുന്നുണ്ടെന്ന് വിശ്വസിച്ചിട്ട് പറയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 56-57 വചനങ്ങളിൽ ഈശോ പ്രത്യേകമായി പഠിപ്പിക്കുന്ന ഒരു സന്ദേശമുണ്ട്. എൻ്റെ മാംസം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവനിൽ ഞാൻ വസിക്കും, അവൻ എന്നിലും വസിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇതാണ് കർത്താവ് നൽകുന്ന കൂട്ടായ്മയുടെ സന്ദേശം. ഒരൊറ്റ കൂട്ടായ്മയെ വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നുള്ളൂ, മനുഷ്യവർഗത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നുള്ളൂ. ആ കൂട്ടായ്മയുടെ അടയാളമാണ് ഈ ദിവ്യകാരുണ്യം. ആ കൂട്ടായ്മയുടെ വചനമാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുക. എൻ്റെ ഉള്ള് കർത്താവിൻ്റെ ഉള്ളിലോട്ട് ചേർന്നിരിക്കും, കർത്താവിൻ്റെ ഉള്ള് എൻ്റെ ഉള്ളിലേക്ക് ചേർന്നിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ഹൃദയം കർത്താവിൻ്റെ ഹൃദയത്തിലേക്ക് ചേർന്നിരിക്കും, കർത്താവിൻ്റെ ഹൃദയം എൻ്റെ ഹൃദയത്തിലേക്ക് ചേർന്നിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ മനസ്സ് കർത്താവിൻ്റെ മനസ്സിലേക്ക് ചേർന്നിരിക്കും, കർത്താവിൻ്റെ മനസ്സ് എൻ്റെ മനസ്സിലേക്ക് ചേർന്നിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ സ്വഭാവം കർത്താവിൻ്റെ സ്വഭാവത്തോട് ചേർന്നിരിക്കും, കർത്താവിൻ്റെ സ്വഭാവം എൻ്റെ സ്വഭാവത്തോട് ചേർന്നിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പെരുമാറ്റ ശൈലികൾ കർത്താവിൻ്റെ പെരുമാറ്റ ശൈലികളോട് ചേർന്നിരിക്കും, കർത്താവിൻ്റെ പെരുമാറ്റ ശൈലികൾ എൻ്റെ പെരുമാറ്റ ശൈലികളോട് ചേർന്നിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനും കർത്താവും ഒന്നായി തീരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ കൂട്ടായ്മ എന്ന് പറയുന്നത് 3 കാര്യങ്ങളിലൂടെ പ്രകടമാക്കുവാനാണ് വിശുദ്ധ വചനം ഉദ്ദേശിക്കുന്നതും വിശുദ്ധ വചനം നമ്മെ പഠിപ്പിക്കുന്നതും. 1, എൻ്റെ ഹൃദയം കർത്താവിൻ്റെ ഹൃദയമായി മാറുക. മൈ ഹാർട്ട് ബിക്കംസ് ദ ഹാർട്ട് ഓഫ് ദ ലോർഡ്. 2, എൻ്റെ ചിന്താശൈലികൾ my thought pattern becomes like the thought pattern of Jesus Christ. എൻ്റെ ചിന്താശൈലികൾ കർത്താവിൻ്റെ ചിന്താശൈലികളായി മാറണം. 3, എൻ്റെ സ്വഭാവം കർത്താവിൻ്റെ സ്വഭാവമായി മാറണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉൾച്ചേരുന്ന ഈ നിമിഷങ്ങളിൽ എൻ്റെ ഉള്ളു കർത്താവിൻ്റെ ഉള്ളോടും കർത്താവിൻ്റെ ഉള്ളു എൻ്റെ ഉള്ളോടും ചേരുന്ന നിമിഷങ്ങളിൽ ഏത് മനുഷ്യനും വിശ്വാസത്തോടെ കർത്താവിൻ്റെ മുൻപിൽ അണയുന്ന ഏത് വിശ്വാസിക്കും ലഭിക്കുന്ന 3 കാര്യങ്ങളാണ്. അവൻ്റെ ഹൃദയം കർത്താവിൻ്റെ ഹൃദയവുമായി മാറും,
അവൻ്റെ ചിന്താശൈലികൾ കർത്താവിൻ്റെ ചിന്താശൈലികളായി മാറും. അവൻ്റെ സ്വഭാവം കർത്താവിൻ്റെ സ്വഭാവമായിട്ട് മാറും. ഈ 3 കാര്യങ്ങൾ ഒരു കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും ലഭിക്കേണ്ടതുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവിൻ്റെ ദിവ്യ കാരുണ്യ അപ്പമായി പരിവർത്തനം ചെയ്തതിൻ്റെ പ്രഥമ ഉദ്ദേശം ഇതാണ്. ദിവ്യകാരുണ്യ അപ്പമായി ഈശോ മാറിയതിൻ്റെ പ്രഥമ ഉദ്ദേശം ദൈവത്തിൻ്റെ ഹൃദയം നിനക്ക് കിട്ടണം. എന്തുകൊണ്ടെന്നാൽ നിന്റെ ഹൃദയം തരളിതമാകണം. പാറ പോലത്തെ നിന്റെ ഹൃദയം എടുത്തു മാറ്റി മാംസളമായ നിർമ്മലമായ ഒരു പുതിയ ഹൃദയം നിനക്ക് ഞാൻ നൽകുമെന്ന ദൈവത്തിൻ്റെ വാക്ക് പൂർത്തിയാവാൻ നീ കർത്താവിൻ്റെ പക്കലേക്ക് വരണം. നിനക്ക് കിട്ടും ദൈവത്തിൻ്റെ ഹൃദയം. രണ്ടാമത്തേത്, നിന്റെ ചിന്താശൈലികൾ കർത്താവിൻ്റെ ചിന്താശൈലിയാവണം. അത് നിന്റെ ചിന്താശൈലികൾ മാനുഷികമായ ചിന്താശൈലികളല്ല, ദൈവത്തിൻ്റെ ചിന്താശൈലികളാവണം. ദൈവത്തിൻ്റെ ചിന്താശൈലി. ഈശോയുടെ ചിന്താശൈലിയുടെ ഒരു ഉദാഹരണം നമ്മൾ കാണുന്നുണ്ട്. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ യഹൂദന്മാർ ഈശോയുടെ മുൻപിലേക്ക് കൊണ്ടുവന്ന് വലിച്ചിട്ടിട്ട് പറഞ്ഞു, മോശയുടെ നിയമം അനുസരിച്ച് ഇവളെ കല്ലെറിഞ്ഞ് കൊല്ലണം, നീ എന്ത് പറയുന്നു? ഈശോ വിരലുകൊണ്ട് നിലത്തെഴുതിക്കൊണ്ടിരുന്നു, ഒന്നും പറഞ്ഞില്ല. വീണ്ടും വീണ്ടും ആവർത്തിച്ചപ്പോൾ ഈശോ മറുപടി പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവർ ഇവളെ ആദ്യം കല്ലെറിയട്ടെ. എന്തുകൊണ്ടാണ് ഈശോ അങ്ങനെ പറഞ്ഞേ? ഈശോയ്ക്ക് വേണമെങ്കിൽ ഈ സ്ത്രീയെ നിന്ദിച്ചിട്ട് അവളെ കൊണ്ടുവന്ന യഹൂദന്മാരുടെ കൂടെ കൂടാമായിരുന്നു. പക്ഷെ എന്തു സംഭവിക്കും? അവൾ നഷ്ടപ്പെടും. ഈശോയ്ക്ക് വേണമെങ്കിൽ ഈ സ്ത്രീയുടെ കൂടെ കൂടിയിട്ട് യഹൂദന്മാരെ നിഷേധിച്ചു പറയാമായിരുന്നു. അപ്പോൾ ആര് നഷ്ടപ്പെടും? ആരെ കിട്ടും? ഇവളെ കിട്ടും, പക്ഷെ യഹൂദരെ കിട്ടില്ല. അപ്പോൾ ഇവിടെ ഈശോയുടെ മറുപടി വരുമ്പോൾ, ഈശോയുടെ ചിന്താശൈലി ശ്രദ്ധിക്കുക. ഈശോയുടെ മറുപടി വരുമ്പോൾ ഈശോയ്ക്ക് ആരും നഷ്ടപ്പെടുന്നില്ല. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ നഷ്ടപ്പെടുന്നില്ല, അവളെ കല്ലെറിയാൻ കൊണ്ടുവന്ന യഹൂദര് നഷ്ടപ്പെടുന്നില്ല. ഈശോയുടേത് വിൻ ലൂസ് കോണ്ടാക്ട് അല്ല, ഈശോയുടേത് വിൻ വിൻ കോണ്ടാക്റ്റ് ആണ്. അതായത് എല്ലാവരെയും വീണ്ടെടുക്കുന്ന പെരുമാറ്റ ശൈലിയാണ്, ചിന്താശൈലിയാണ്. അതാണ് നമുക്ക് വേണ്ടത്. ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 10-ാം വചനത്തിൽ പറയും, ഇവനും അബ്രാഹത്തിന്റെ സന്തതിയാണ്, ഒരുവനും നഷ്ടപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല, ഒരുവൻ പോലും നഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. ഇവനും അബ്രാഹത്തിന്റെ സന്തതിയാണ്, ഇവനും വീണ്ടെടുക്കപ്പെടണം. പ്രിയപ്പെട്ടവരെ, ഏത് സാഹചര്യത്തിലുമാണെങ്കിലും നീ ഒന്ന് ദൈവത്തിന്റെ പക്കലേക്ക് നോക്കിക്കേ, കർത്താവിന്റെ കണ്ണുകളിലേക്ക് നോക്കിക്കേ, നിന്നെ വീണ്ടെടുക്കും. ഇതിനു വേണ്ടിയിട്ടാണ് കർത്താവ് ഈ സന്നിധിയിൽ, ഈ ബലിവേദിയിൽ അണഞ്ഞിരിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ജനത മുഴുവൻ എതിർത്തവനും വെറുത്തവനുമായിരുന്നു സക്കേവൂസ്. പക്ഷേ സക്കേവൂസിന്റെ വീട്ടിൽ ചെന്ന് വിരുന്നിനിരിക്കുന്ന ഈശോയുടെ മുൻപിൽ സ്വന്തം ചങ്ക് പൊട്ടി സക്കേവൂസ് വിളിച്ചു പറയുക. ഇതിനു മുമ്പ് ഈശോ അധികം ഒന്നും സംസാരിക്കുന്നില്ല അവനോട്. ചങ്ക് പൊട്ടി സക്കേവൂസ് വിളിച്ചു പറയുക, കട്ടെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടി തിരിച്ചു കൊടുക്കാം, എനിക്ക് എൻ്റെ പക്കലുള്ളത് വീട്ടിട്ട് ഞാൻ പകുതി എല്ലാവർക്കും വിധിച്ചു കൊടുത്തേക്കാം. ഒന്നും പറയാതെ ഈശോ മറുപടി പറഞ്ഞു, ഇന്ന് ഈ കുടുംബത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നീ നിന്റെ മനസ്സുകൊണ്ട്, ഹൃദയം കൊണ്ട് ഈ കർത്താവിൻ്റെ മുന്നിലേക്ക്, കർത്താവിൻ്റെ കണ്ണുകളിലേക്ക്, ഹൃദയത്തിലേക്ക് ഒന്ന് നോക്കിക്കേ. കർത്താവ് നിന്നിൽ വസിക്കും, നീ കർത്താവിലും വസിക്കും. ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടിയാണ് ദൈവം മനുഷ്യനായത്. മനുഷ്യാവതാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തത്വങ്ങളിൽ ഒന്നാണ് ദൈവം സ്ഥാപിക്കുന്ന കൂട്ടായ്മ. ആ കൂട്ടായ്മയുടെ അടയാളമാണ് ഈ ദിവ്യ കാരുണ്യം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വീണ്ടും സ്വഭാവം, ക്യാരക്ടർ, സ്വഭാവം. എൻ്റെ സ്വഭാവം അത് പാപത്താൽ മലീമസമാണ്. എൻ്റെ സ്വഭാവം തിന്മകളുടെയും ആസക്തികളുടെയും മ്ലേച്ഛതയ്ക്കും അടിമപ്പെട്ടതാണ് എൻ്റെ സ്വഭാവം. പക്ഷെ കർത്താവിൻ്റെത് വിശുദ്ധിയുടേതാണ്, പ്രകാശത്തിൻ്റെതാണ്, നന്മയുടേതാണ്, കൃപയുടേതാണ്, സ്നേഹത്തിൻ്റെതാണ്. അപ്പം നിന്റെ സ്വഭാവം, എൻ്റെ സ്വഭാവം കർത്താവിൻ്റെ സ്വഭാവമായി മാറും. കർത്താവുമായി ഞാൻ ഉൾച്ചേരുമ്പോൾ പരിശുദ്ധമായ സ്വഭാവത്തിനുടമകളായിരിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്വഭാവം കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ, കർത്താവിൻ്റെ മുന്നിലിരിക്കുമ്പോൾ വിശുദ്ധമായൊരു സ്വഭാവമായി മാറുന്നു. നമ്മുടെ പെരുമാറ്റ ശൈലികൾ കർത്താവിൻ്റെ പെരുമാറ്റ ശൈലികളായി മാറുന്നു. നമ്മുടെ ചിന്താരീതികൾ കർത്താവിൻ്റെ ചിന്താരീതികളായി മാറുന്നു. അവിടെയാണ് സമാധാനം, ശ്ലാമ, അംകോൻ, പീസ്
പീസ് there with you. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു. ലോകം തരുന്നത് പോലെയല്ല. ലോകത്തിന് നിന്നിൽ നിന്ന് എടുത്തു മാറ്റാൻ വയ്യാത്ത സമാധാനമാണത്. എൻ്റെ സമാധാനം, എൻ്റെ സമാധാനം അത് ഞാൻ തന്നെയാണ്. ഹല്ലേലൂയ. ഞാനും നീയും ഒന്നായി മാറുന്ന ആ പുണ്യ അനുഭവമാണ്, രക്ഷയുടെ അനുഭവമാണ്. അങ്ങനെ കർത്താവുമായി ഐക്യത്തിലും കൂട്ടായ്മയിലും ജീവിക്കുന്നവരുടെ കൂട്ടായ്മയാണ് കുടുംബം. ആ കുടുംബമാണ് തിരുസഭയുടെ അടിസ്ഥാന ഘടകം. ഭാര്യയും ഭർത്താവും തമ്മിൽ, സഹോദരനും സഹോദരിയും തമ്മിൽ, സഹോദരങ്ങൾ തമ്മിൽ, മാതാപിതാക്കളും മക്കളും തമ്മിൽ, കുടുംബാംഗങ്ങൾ തമ്മിൽ, അയൽക്കാർ തമ്മിൽ ഒക്കെ ഈ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിൽ ജീവിക്കുവാൻ കഴിയണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇരു കരങ്ങളും കർത്താവിൻ്റെ മുന്നിലേക്ക് ഉയർത്തിപ്പിടിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമായ കർത്താവേ, എന്നിൽ സ്നേഹം നിറയ്ക്കണമേ. എൻ്റെ കുടുംബത്തിൽ സ്നേഹത്തിൻ്റെ കൂട്ടായ്മ സൃഷ്ടിക്കണമേ. ഹല്ലേലൂയ. യേശുവേ, നിന്റെ കാരുണ്യത്തിൽ എൻ്റെ കുറവുകളെ പരിഹരിച്ച് എൻ്റെ സ്വഭാവത്തെയും പെരുമാറ്റ ശൈലികളെയും ചിന്താശൈലികളെയും ദൈവികമാക്കി മാറ്റണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് സ്പർശിച്ചാൽ ഞാൻ വിശുദ്ധീകരിക്കപ്പെടും. ദിവ്യ കാരുണ്യനാഥനെ, എൻ്റെ സ്വഭാവവും പെരുമാറ്റ ശൈലികളും ചിന്തകളും ദൈവികമാക്കുവാൻ നിന്റെ ചൈതന്യത്തെ എന്നിലേക്ക് പ്രവഹിപ്പിക്കണമേ, എന്നിലേക്ക് പകരണമേ. സ്നേഹത്തിൻ ചൈതന്യമേ, ഞങ്ങളിൽ വന്നു നിറഞ്ഞിടണേ. ദിവ്യമാം ദാനങ്ങളാൽ ഞങ്ങളെ നവ്യരായി മാറ്റണമേ. പുതിയൊരു സ്വഭാവം ഞങ്ങൾക്ക് നൽകണമേ. സ്നേഹത്തിൻ ചൈതന്യമേ, ഞങ്ങളിൽ വന്നു നിറഞ്ഞിടണേ. ദിവ്യമാം ദാനങ്ങളാ ഞങ്ങളെ നവ്യരായി മാറ്റണമേ. എൻ്റെ പെരുമാറ്റ ശൈലികളെ ക്രമീകരിക്കുവാൻ നിന്റെ പരിശുദ്ധാത്മാവിൻ്റെ ബലവും ശക്തിയും അഭിഷേകവും കൃപാവരങ്ങളും എന്നിൽ നിക്ഷേപിക്കണമേ. ശക്തിതൻ ചൈതന്യമേ, ഞങ്ങളിൽ വന്നു നിറഞ്ഞിടണേ. ദിവ്യമാം ദാനങ്ങളാ ഞങ്ങളെ നവ്യരായി മാറ്റണമേ. മാനുഷികമായ അപരാധങ്ങളും അസ്വസ്ഥതകളും മൂലം ഞങ്ങളുടെ കുടുംബത്തിൽ വന്നു ചേർന്നിട്ടുള്ള സകല കുറവുകളും അപാകതകളും പരിഹരിക്കുവാൻ ദൈവത്തിൻ്റെ ചൈതന്യമേ, ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഇപ്പോൾ പെയ്തിറങ്ങണമേ. റൂഹായാം ചൈതന്യമേ, ഞങ്ങളിൽ വന്നു നിറഞ്ഞിടണേ. ദിവ്യമാം ദാനങ്ങളാ ഞങ്ങളെ നവ്യരായി മാറ്റണമേ. കല്ലുപോലത്തെ ഞങ്ങളുടെ ഹൃദയങ്ങൾ എടുത്തു മാറ്റി മാംസളമായൊരു ഹൃദയം എന്നിൽ നിക്ഷേപിക്കണമേ. ശാന്തിതൻ ചൈതന്യമേ, ഞങ്ങളിൽ വന്നു നിറഞ്ഞിടണേ. ദിവ്യമാം ദാനങ്ങളാ ഞങ്ങളെ നവ്യരായി മാറ്റണമേ. നമുക്കൊന്ന് ചേർന്ന് കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന സകല കുടുംബങ്ങളിന്മേലും ദൈവത്തിന്റെ അത്ഭുതകരമായ ഇടപെടലുണ്ടാവട്ടെ. പരിശുദ്ധാത്മാവിന്റെ ചൈതന്യം നിറയട്ടെ. ഓരോ ഹൃദയത്തിലും ശാന്തിയും സമാധാനവും സ്നേഹവും നിറയട്ടെ. അസ്വസ്ഥതകളും ആകുലതകളും ബന്ധനങ്ങളും അഴിഞ്ഞു മാറട്ടെ. ഈശോയുടെ സ്നേഹം കൊണ്ട് നിറയട്ടെ. എല്ലാ ബന്ധങ്ങളും വിശുദ്ധീകരിക്കപ്പെടട്ടെ. എല്ലാ കൂട്ടായ്മകളും വിശുദ്ധീകരിക്കപ്പെടട്ടെ. പരസ്പര ബന്ധങ്ങൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ. സ്നേഹത്തിന്റെ ബന്ധനത്തിൽ ഓരോ ഹൃദയങ്ങളും കൂട്ടിച്ചേർക്കപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
വചനത്തിന്റെ ശക്തിയാൽ ഹൃദയങ്ങൾ നിറയട്ടെ, കുടുംബങ്ങൾ നിറയട്ടെ. ഹല്ലേലൂയ. വചനത്തിന് വേണ്ടി ഹൃദയം തുറക്കപ്പെടട്ടെ. യേശുവേ, ഹല്ലേലൂയ, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ സമാധാനം നിറയട്ടെ. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അശാന്തി, ദുഷ്ടത, തിന്മ, മ്ലേച്ഛത, ഗർവ്, അഹങ്കാരം, തിന്മകൾ, തഴക്കദോഷങ്ങൾ കുടുംബങ്ങളിൽ നിന്ന് എടുത്തു മാറ്റണമേ. യേശുവേ, പ്രാർത്ഥിക്കുന്നു പിതാവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ ആരാധന. വിടുതലിന്റെ ശക്തിയെ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. കരങ്ങൾ കൂപ്പി ശിരസ് വന്ദിച്ച് നിൽക്കാം കർത്താവിൻ്റെ മുന്നിൽ. ശിരസ് വന്ദിച്ച് കർത്താവിൻ്റെ അനുഗ്രഹത്തിനായി ഹൃദയം തുറക്കാം. കർത്താവിത നമ്മെ ആശീർവദിക്കുകയാണ്. ഇപ്പോൾ അവിടുത്തെ കൃപകളാൽ നിങ്ങളുടെ ജീവിതങ്ങൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ. നാം ഓരോരുത്തരും അഭിഷേകം ചെയ്യപ്പെടട്ടെ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ആരാധന, 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 ആരാധന. ഈശോയുടെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് ദിവസം മുഴുവൻ നിരന്തരമായി ഉച്ചരിച്ച് പ്രാർത്ഥിച്ച് അഭിഷേകം കൊണ്ട് നിറയേണ്ട വചനം ഇതാണ്. പുറപ്പാട് 15:2. പുറപ്പാട് 15:2. കർത്താവ് കർത്താവ് എന്റെ ശക്തിയും എന്റെ ശക്തിയും സംരക്ഷകനുമാകുന്നു. സംരക്ഷകനുമാകുന്നു. അവിടുന്ന് എനിക്ക് രക്ഷയായി ഭവിച്ചിരിക്കുന്നു. അവിടുന്നാണ് എന്റെ ദൈവം. ഞാൻ അവിടുത്തെ സ്തുതിക്കും. പുറപ്പാട് 15:2. പുറപ്പാട് 15:2. കർത്താവിന്റെ ശക്തിയും സംരക്ഷകനുമാകുന്നു. അവിടുന്ന് എനിക്ക് രക്ഷയായി ഭവിച്ചിരിക്കുന്നു. അവിടുന്നാണ് എന്റെ ദൈവം. ഞാൻ അവിടുത്തെ സ്തുതിക്കും. ആമേൻ.